2004 വോട്ട് ചെയ്തവർ, 5 വോട്ട് ചെയ്തവർ, 6 നിയമസഭ വോട്ട് ചെയ്തവർ, 9 പാർലമെന്റ്, 10 ലോക്കൽ ബോഡി, 11 നിയമസഭ, 14 പാർലമെന്റ്, 15 ലോക്കൽ ബോഡി, 16 അസംബ്ലി, 19 പാർലമെന്റ്, 20 ലോക്കൽ ബോഡി, 21 അസംബ്ലി, 24 പാർലമെന്റ്. ഇതിന്റെ എല്ലാം ഇടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ സമയത്ത് വോട്ട് ചേർത്തിയ അനേകം ലക്ഷം ആളുകൾ, അവരുടെ ഒന്നും വോട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു സംവിധാനം എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്? 2002 തന്നെ ബേസ് ഡോക്യുമെന്റ് ആയിട്ട് അതിലേക്ക് മാറുമ്പോ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഹിതകരമല്ലാത്ത പലരെയും ഇതിൽ നിന്ന് നീക്കം ചെയ്ത് പലയിടങ്ങളിലും അവർ വിജയകരമായി നടപ്പിലാക്കിയ അജണ്ട കേരളത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ ഒരു വാക്കുകൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. SIR ഈ നാട്ടിലെ പൗരന്റെ അവകാശത്തെ കവരാൻ ശ്രമിക്കുമ്പോ അതിന്റെ പ്രതിരോധമായി നിങ്ങളുടെ വീട്ടുപടിക്കൽ ഞങ്ങളുടെ സാരഥികൾ, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള UDFന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സ്ഥാനാർത്ഥികളോടും അഭ്യർത്ഥിക്കുന്നു, 1 വോട്ട് ചോദിക്കുക, 2 SIRന്റെ ഫോം കിട്ടിയോ എന്ന് നിങ്ങളുടെ ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ചോദിക്കുക. അത് ഈ നാടിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ BLOമാർ അവരെ ബന്ധപ്പെട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ UDF ഈ BJP RSS അജണ്ടക്കെതിരെ നടത്തുന്ന വലിയ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ നാടിന്റെയും നഗരത്തിന്റെയും പേരിൽ വിജയാശംസകൾ നേരുന്നു. ഈ നാട്ടിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ജയിച്ചു വളർന്ന് കോഴിക്കോടിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും അൺലീഷ് ചെയ്യുന്ന ഒരു ഭരണത്തിന്, കോഴിക്കോട് കാന്തം പോലെ ജനങ്ങളെ ആകർഷിച്ച് അവർക്ക് ഇവിടെ വളരാൻ കേൾപ്പുള്ള ഒരു നഗരത്തിന്, ഇവിടുന്ന് ജനിച്ചു വളർന്നവർ വൃത്തിയുള്ള, സാധ്യതകളുള്ള, വളർച്ചയ്ക്ക് സ്കോപ്പുള്ള ഒരു നഗരമായി കോഴിക്കോടിനെ മാറ്റാൻ നിങ്ങളെയാണ് ജനത ഉറ്റുനോക്കുന്നത്. നിങ്ങള് ജനങ്ങളുടെ സാരഥികളാണ്, ജനങ്ങളുടെ സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആ കാണുന്ന നീല ബോക്സ്, ആ ബോക്സ് ഇനി കേരളത്തിലെ മുഴുവൻ വീടുകളിലും വാർഡുകളിലും എത്താൻ പോവുകയാണ്. ആ ബോക്സിന്റെ ഭാഗമായി ജനശബ്ദം എന്ന പേരിൽ KPCCയും UDFും നടപ്പിലാക്കുന്ന സംസ്ഥാന വൈഡ് ക്യാമ്പയിന്റെ തുടക്കം കൂടിയാണ് നമ്മൾ ഇവിടെ കുറിക്കുന്നത്. ആ ജനശബ്ദത്തിൽ ഈ ഗവൺമെന്റിന്റെ 10 വർഷത്തെ ചെയ്തികളിൽ നിങ്ങൾ ഏറ്റവും വലഞ്ഞത് എന്തിനാണ് എന്നുള്ളത് അടുത്ത വരുന്ന ഗവൺമെന്റിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി രേഖപ്പെടുത്താൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഫോം അത് നമ്മൾ വിതരണം ചെയ്യും. ആ ഫോം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കാലയളവിൽ തന്നെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം. മൊബൈൽ ഉള്ളവർക്ക് അത് QR കോഡ് സ്കാൻ ചെയ്ത് ആ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം. ആ അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ച് അത്തരം അബദ്ധ